ഇപ്പം സ്വാതന്ത്ര്യ ചിന്ത കൊണ്ടാണ് ഇവിടെ ഹോമോസെക്ഷുവൽസ് ഉണ്ടായത്. അത് എന്താ നമുക്ക് കൗൺസിൽ ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് കൺവേർഷൻ തെറാപ്പീസ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് എൻ്റെ താഴെ എൻ്റെ കൂടെ പണ്ട് പഠിച്ചൊരു കുട്ടി വന്നിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു. ഇത് സ്വതന്ത്ര ചിന്തയുടെ ആഫ്റ്റർ ഇതാണ്, പ്രൊഡക്റ്റാണ്, ബൈ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എത്രത്തോളം ഹോമോസെക്ഷുവാലിറ്റീനെ സയൻസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് മനുഷ്യനുണ്ടായ പോലുള്ളതാണ് ഈ ഹോമോസെക്ഷൽ. അത് എല്ലാ ജീവിവർഗത്തിലും ഉണ്ട് ഈ ഹോമോസെക്ഷൽ ആവുക എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകർ വന്നുകൊണ്ടല്ല, സമൂഹം മാറുകയാണ്. സമൂഹം കുറേയും കൂടി ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻസസിനെയും കൂടി നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ അവർ ഇത് കൂടുതൽ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിങ്ങനെയാണ് എന്നുള്ള സാധനം പുറത്തറിയുന്നു എന്നുള്ളതാണ്. ആ അറിയുന്നതിൻ്റെ പേരിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആദിലാനൂറയൊക്കെ പ്രശ്നം നിങ്ങൾ അറിയില്ല. അപ്പോൾ അതൊക്കെ വരുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പോലും അവരെന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഈ മതത്തിൻ്റെ കണ്ണിലൂടെയൊക്കെയാണ് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു സിനാരി. ഇപ്പോൾ ഇസ്ലാമിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിനെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് ഇട്ട് കൊല്ലണം എന്നാണ് പറയുക. അപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ അതാണ് അതിലെ നിയമം പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് അജ്ഞതയാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ സാധനം എന്തോ ഒരു മോശമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത്. അതിൻ്റെ പേരിലാണത്. അപ്പോൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വഴി.